കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട്. വോട്ട് ചേർത്തതിന്റെയോ മാറ്റിയതിന്റെയോ രേഖകളില്ലെന്ന് നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്ത്. 37 വാർഡുകളിലെ രേഖകളോ നോട്ടീസോ ഓഫീസിലില്ല എന്ന് കത്തിൽ പറയുന്നു. കത്തിന്റെ പകർപ്പ് പുറത്തുവന്നു. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് ആരോപിച്ച പ്രദേശവാസികൾ കളക്ടറേറ്റിൽ പ്രതിഷേധിച്ചിരുന്നു. കൊടുവള്ളി നഗരസഭയിൽ ബൾക്കായിട്ട് വോട്ടുകൾ മാറ്റി 1500ഓളം വോട്ടുകൾ അന്തിമ വോട്ടർ ലിസ്റ്റിൽ യാതൊരുവിധ അപേക്ഷകരോ അന്വേഷണമോ ഒരു ബാക്ക് ഫയലോ ഇല്ലാതെ മാറ്റി അന്തിമ വോട്ടർ ലിസ്റ്റ് ഇറക്കിയപ്പം അത് വലിയ രീതിയിലുള്ള പരാതികളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾ കലക്ടർക്ക് പരാതി കൊടുത്തു. കലക്ടർ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടർ DDയെ അന്വേഷണത്തിന് അയച്ചു. അദ്ദേഹം ഇന്നലെ ഓഫീസിൽ വന്നു. അദ്ദേഹം അസിസ്റ്റന്റ് സെക്രട്ടറിയോട് വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവരോട് ഫയലുകൾ ഹാജരാക്കാൻ പറഞ്ഞു. ഒരു ബാക്ക് ഫയലും കൊടുവള്ളി നഗരസഭയിലില്ല. അതായത് ഒരു വോട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ഫോം 5, അതിൻ്റെ ആക്ഷേപരെ വിളിച്ചു വരുത്തി അവർ കൊടുക്കേണ്ട നോട്ടീസുകൾ ഫോം 13, 14, അതേപോലെ തന്നെ ബൾക്കായിട്ട് മാറ്റുമ്പോൾ അതിനുള്ള അപേക്ഷകൾ, ഇത്തരം ഒരു കാര്യങ്ങളും ഓഫീസിലില്ല എന്ന് DDക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല, അസിസ്റ്റന്റ് സെക്രട്ടറി എഴുതി കൊടുത്തു. ഇത്തരം ഒരു ബാക്ക് ഫയലുകളും ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല, ഒരു വോട്ടർ ലിസ്റ്റിൽ പേര് ഇത്രയും 1500 വോട്ടുകൾ മാറ്റുമ്പോൾ നടത്തേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഔദ്യോഗികമായി എഴുതി കൊടുത്തു. അത് ശരിയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ അടിയിൽ DD തന്നെ സൈൻ ചെയ്തു ഞങ്ങൾക്ക് തന്നു. ഞങ്ങളത് കലക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കലക്ടർക്ക് അല്ലാണ്ട് അവർ DDനെ നേരിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേൾക്കുന്ന റിപ്പോർട്ട് സെക്രട്ടറിയെ മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ്. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തെ മാറ്റി സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് അയക്കാനല്ല, മറിച്ച് അദ്ദേഹത്തെ ഇതിൻ്റെ പേരിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നിയമ നടപടികൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചെയ്യേണ്ടതുണ്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ഒരു തെറ്റായ സംഗതികൾ ക്രമവൽക്കരിച്ച് ക്ലിയറാക്കി വോട്ടർ ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം. അനീസ അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ, ഇതിപ്പോൾ വളരെ ഗൗരവതരമായ വലിയ ക്രമക്കേടാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നത് കൊടുവള്ളി നഗരസഭാ ചെയർമാന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇതിന് പിന്നിൽ ആരാണ്, എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വന്നു. കഴിഞ്ഞ ഏതാനും ദിവസമായി കൊടുവള്ളി നഗരസഭയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. UDFന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. പക്ഷേ ഈ ആളുകൾ ഉന്നയിക്കുന്നതിൽ ന്യായമായ കുറെ കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ഈ ഔദ്യോഗികമായി ഇത് കത്ത് പുറത്തു വന്നതോടുകൂടി അത് സ്ഥിരീകരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. അദ്ദേഹം പറയുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് വെള്ളറ എന്ന് പറയുന്ന നഗരസഭാ ചെയർമാൻ, കൊടുവള്ളി നഗരസഭാ ചെയർമാന്റെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹത്തിന് ഈ അസിസ്റ്റന്റ് സെക്രട്ടറി ഒപ്പിട്ട് നൽകിയിട്ടുള്ള കത്തിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിയമപരമായി പാലിക്കേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ബൾക്കായി ആളുകളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റുകയോ മറ്റു വാർഡുകളിലേക്ക് മാറ്റുകയോ ചെയ്യുമ്പോൾ ഇത് സംബന്ധിച്ച് ബാക്ക് ഫയൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം രേഖാമൂലം നൽകിയിട്ടുള്ള കുറിപ്പിൽ പറയുന്നത്. ഇത് നേരത്തെ കലക്ടർ അന്വേഷിച്ചതിനെ തുടർന്ന് കലക്ടർക്കും ഇത് രേഖകൾ കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും സെക്രട്ടറിയാണ് ഈ സമയത്ത് ചോദ്യമുനയിൽ നിൽക്കുന്നത്. അദ്ദേഹത്തോടാണ് നേരത്തെ ഈ വോട്ടർമാരെല്ലാം വന്ന് തങ്ങളുടെ വോട്ട് എവിടേക്കാണ് മാറ്റിയത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അതിന് കൃത്യമായി ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സെക്രട്ടറിയുടെ നടപടികൾ അദ്ദേഹം മറ്റെന്തോ താല്പര്യത്താൽ, രാഷ്ട്രീയ താല്പര്യമോ മറ്റോ കാരണത്താൽ ഇതിൽ കൃത്രിമമായി, അതായത് ബോധപൂർവം തന്നെ ഇടപെടൽ നടത്തി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിൽ എന്തായാലും നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ UDFന്റെ നേതാക്കളൊക്കെയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. നഗരസഭ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ കലക്ടറേറ്റിലും ആളുകൾ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോൾ ഏതായാലും 37 വാർഡുകൾ, അതായത് കൊടുവള്ളി നഗരസഭയിലെ 37 വാർഡുകളിൽ ഇത്തരത്തിൽ കൃത്രിമത്വം നടന്നു എന്ന് രേഖാമൂലം അസിസ്റ്റന്റ് സെക്രട്ടറി ഈ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പ്രധാനമായും ഇതിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല. അതായത് ബാക്ക് ഫയൽ സൂക്ഷിക്കുക എന്നത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിയമാനുസൃതം പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെ അദ്ദേഹം രേഖാമൂലം ആ എഴുതിയ നൽകിയ റിപ്പോർട്ടായി നൽകുകയാണ്. അമൃത.